Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay, good morning. ഇപ്പൊ നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അതല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? JCA കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ഇൻട്രൊഡക്ഷൻ ഭാഗം കംപ്ലീറ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് ഇനി ഹിസ്റ്ററി അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ശരി, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ശരി. ഇപ്പൊ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം അക്രഡിറ്റേഷന്റെ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പേര് നെയിം ആദ്യം ഇങ്ങനെയായിരുന്നു, അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ആ നെയിമിൽ ചേഞ്ച് വരുത്തിയത് കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചു ഓർക്കുന്നോ? ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാമൊന്നുമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ ഹിസ്റ്ററി ആണ് കേട്ടോ, JCAയുടെ ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം 1910 to 1913 കൺസേൺ ഫോർ ദ ക്വാളിറ്റി ഓഫ് ഹോസ്പിറ്റൽ കെയർ ഇൻ USA. അതായത് ഇവിടെ ആദ്യം ആ ഒരു കാലഘട്ടത്തിലാണ്, 1910 മുതൽ 1913 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ആ ഒരു USA-യില് ക്വാളിറ്റി ഓഫ് ഹോസ്പിറ്റൽ കെയർ, ഹോസ്പിറ്റലിലെ പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയെ കുറിച്ചൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു ആശങ്കയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ ആരംഭിച്ചത്. ഇനി 1910 അതായത് ഏർണസ്റ്റ് എ കോട്ട്മാൻ, ഇദ്ദേഹമാണ് ഈ പറയുന്ന ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇദ്ദേഹമാണ് 1910 അതായത് ഈ പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള, സംഭാവന കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ഏർണസ്റ്റ് എ കോട്ട്മാൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എന്താണ് നമ്മുടെ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതും അവരോട് ആ ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് ആ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച വ്യക്തി. അപ്പൊ ഇദ്ദേഹം പറയുന്ന എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇത്ര മാത്രമുള്ളൂ. അദ്ദേഹമാണ് ആ ഒരു ആശയം പ്രപ്പോസ് ചെയ്തത് കേട്ടോ. ആ എൻഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത് ഏർണസ്റ്റ് എ കോട്ട്മാൻ ആണ്. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവര് ഓരോ പേഷ്യൻസിനും പരിചരണം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പരിചരണം കൊടുക്കുന്ന ആ പേഷ്യന്റിന്റെ കൃത്യമായിട്ട് ആ ഒരു പരിചരണം അവർക്ക് എഫക്റ്റീവ് ആയിരുന്നോ, അത് നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുത്തോ, അത് അവർക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിയോ മുതലായ കാര്യങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിരുന്നോ എന്ന് നിർണയിക്കണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ളത് ഏതൊരു ഹോസ്പിറ്റലും ചെയ്യേണ്ട കാര്യമാണെന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി ഇത്തരത്തില് നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് ഫെയിൽ ആയെന്ന് വിചാരിക്കാം, അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് ആ ഒരു പേഷ്യന്റിന് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവാണ്, ആ ട്രീറ്റ്മെന്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, അത് കുഴപ്പമില്ല എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം, എന്തുകൊണ്ട് അല്ലെ ആ ട്രീറ്റ്മെന്റ് ഫെയിൽ ആയി, ആ ഒരു വ്യക്തിക്ക് അത് എന്തുകൊണ്ട് എഫക്റ്റീവ് ആയില്ല, അത് കൃത്യമായിട്ട് നിർണ്ണയിക്കേണ്ടതും ഇനി ഇതേ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫെയിലിയേഴ്സോ ഫ്യൂച്ചറിൽ ഭാവിയിൽ വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ, ഒരു എൻഡ് റിസൾട്ട് ഐഡിയ കൊണ്ടുവന്നത് ആരാണ്? ഏർണസ്റ്റ് എ കോട്ട്മാൻ ആണ് ഈ ഒരു ആശയം പ്രപ്പോസ് ചെയ്ത വ്യക്തി. അപ്പൊ ഇത്തരത്തില് ഇദ്ദേഹത്തിന്റെ ആ ഒരു എൻഡ് റിസൾട്ട് ഐഡിയയുടെ ബേസിസിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണോ എന്ന് അറിയണം. അതുപോലെ തന്നെ അത്തരം എഫക്റ്റീവ് അല്ല എങ്കിൽ അത് ഭാവിയിൽ ഇനി ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരാൻ പാടില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളില് അവരുടെ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെക്കണം എന്നുള്ള ഒരു ആശയം കൂടി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. മനസ്സിലായോ?
ആ ഒരു ഹിസ്റ്ററി ആണ് കേട്ടോ പറയുന്നത് മിസ്. ഇനി അത് 1910 ഇദ്ദേഹം അത്തരത്തിലുള്ള ഒരു ആശയം കൊണ്ടുവരുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുമായിട്ട് അത് ഉൾപ്പെടുത്തി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 1913 ആയിക്കഴിഞ്ഞപ്പോ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് പിന്നെ എന്ത് ചെയ്തത്, ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ. അത് നമ്മൾ പഠിച്ചിരുന്നു. ഏത് വർഷമാണ് പഠിച്ചോ? മറന്നുപോയോ? ഏത് വർഷമാണ് മക്കളെ പഠിച്ചേ? നമ്മൾ അക്രഡിറ്റേഷന്റെ ആദ്യ ഹിസ്റ്ററി ഭാഗത്ത് പഠിച്ചില്ലായിരുന്നോ? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏത് വർഷം? കുട്ടികൾ മിണ്ടുന്നില്ല. ഏത് വർഷമാണ്? നോക്കിയിട്ട് വേണോ? ഏത് വർഷമാണ് നമ്മൾ പഠിച്ചേ? ഒന്ന് നോക്കി, വേഗം ഒന്ന് നോക്കി, ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഏത് വർഷമാണെന്നുള്ളത്. 1970. കൺഫേം ആണോ? ഉറപ്പാണോ? ഉറപ്പിക്കാമോ? ഓക്കെ. 1917 അത് കൊണ്ടുവരുന്നത്. അത് ശരിയാണ്. പക്ഷെ അതിനു മുൻപ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണേ. അത് 1913 കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു എൻട്രിസെറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് ഹോസ്പിറ്റലുകൾക്ക് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണമെന്ന ആശയങ്ങൾ രൂപീകരിക്കുന്നു. അതിനനുസരിച്ച് 1913 ആയപ്പോ ഹോസ്പിറ്റൽസിന് സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അദ്ദേഹം രൂപീകരിച്ചു. എന്താണ്? ഫൗണ്ടേഷൻ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് കമ്മിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ആ ഹിസ്റ്ററി നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ടാൽ മതി. 1910 അദ്ദേഹം ആ ഒരു ഐഡിയ പ്രൊപ്പോസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് എന്ത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് കമ്മിറ്റി 1913 രൂപീകരിക്കുന്നത്. മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ട് ഈ കമ്മിറ്റി രൂപീകരിച്ചേ? ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? 1918 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ബിഗാൻ എ ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം. അപ്പൊ അതായത് ഇവിടെ 1917 നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? 1917 നമ്മൾ എന്താ പറഞ്ഞത്? 1970 എന്താ പറഞ്ഞത്? ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള വർഷങ്ങളാണ് കേട്ടോ. അതായത് 1910 മുതൽ 13 വരെ, 17 മുതൽ 18 വരെ, അങ്ങനെയാണ് ശരിക്കും ടൈം പീരീഡ് കൊടുക്കുന്നത്. അതിനുള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ അവിടെ 17 നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി 13 രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തന്നെ മേൽനോട്ടം നടത്തി വഹിക്കുകയുണ്ടായി. അതിനുശേഷം 1917 എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തു? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എസ്റ്റാബ്ലിഷ് എ സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. അല്ലെ, ഹോസ്പിറ്റൽസിന് വേണ്ടി ഒരു മിനിമം സ്റ്റാൻഡേർഡ് സ്ഥാപിച്ചോ? ഇനി 1918 അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ സ്റ്റാൻഡർഡൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആരംഭിച്ചു. സ്ഥാപിച്ചാൽ മാത്രം പോലും ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് നടപ്പിലാക്കണ്ടേ അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഒത്തിരി പ്രോഗ്രാമുകളിലൂടെയല്ലേ നമുക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റാം അല്ലേ? ഇവരത് സ്ഥാപിച്ചല്ലെങ്കിൽ ഇവരത് രൂപീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതവിടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണ്ടേ മക്കളെ? അതിനു വേണ്ടിയിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ 1917 ആ ഒരു സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ചു. 18 ആയപ്പോഴേക്കും ആ ഹോസ്പിറ്റൽ ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? 1918 വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതിനുശേഷം 1951 കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? 1951 കാര്യം എന്താ പഠിച്ചിരിക്കുന്നത്? എന്താണ് 1951 നമ്മൾ പഠിച്ചേ? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ ആരൊക്കെ ജോയിൻ ചെയ്തു? മറ്റ് സെവറൽ അതർ പ്രൊഫഷണൽ എന്താണ് അസോസിയേഷനുകൾ കൂടി അല്ലെ? അതിലെ നമ്മൾ ഹിസ്റ്ററി അവിടെ പഠിച്ചിട്ട് ഇതും കൂടി കണക്ട് ചെയ്യണോട്ടോ. സെവറൽ അതർ
പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് രൂപീകരിച്ചു എന്നാ പറഞ്ഞേ? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ? നോക്കി 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ formed to continue the challenge അല്ലെ? ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരുന്ന ആ ഒരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് മുൻപായിട്ട് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നൊരു നെയിം അതിനുണ്ടായിരുന്നു അല്ലെ? ആ ഒരു അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നത് ആ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ മറ്റു പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോം ചെയ്തു. അതാണ് 1951 നടന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. വേറൊരു പോയിന്റ് കൂടി പഠിച്ചില്ലായിരുന്നോ? ഒരു 30 വർഷത്തിന് ശേഷം ഈ ഒരു വോളണ്ടറി അക്രഡിറ്റിംഗ് ബോഡി അവരുടെ പേര് ചേഞ്ച് ചെയ്തോ? എന്ത് പേരിലേക്കാണ് ചേഞ്ച് ചെയ്തത്? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന പേര് എന്താക്കി മാറ്റി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് എന്തെന്നാക്കി മാറ്റി? അക്രഡിറ്റേഷൻ ഓൺ ഹോസ്പിറ്റൽ എന്നതിന് പകരം എന്താക്കി? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി അല്ലെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. അതിനുശേഷം പിന്നെയും കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടാണ് JC എന്നുള്ള പേരിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ JC എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി ആയിട്ടൊന്നും തന്നിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് 1951 അത് കഴിഞ്ഞൊരു 30 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് 1951 ഇത്. അതിനുശേഷം 1978, 83 ആ ഒരു കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കുറെ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും പുതിയ രണ്ടാമത് അക്സെപ്റ്റ് ചെയ്ത നിയമം. അതിനുശേഷവും പിന്നെയും കുറെ അധികം മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിൽ കുറെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് കുറെ ഇനിയും പഠിക്കാനുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വലുതായിട്ട് പഠിക്കാനായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യവും ഇല്ല. ജസ്റ്റ് മിസ് നിങ്ങൾ പറഞ്ഞു തന്നത് മാത്രം കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ഇവിടെ വരെയും നിങ്ങൾ ആ ഹിസ്റ്ററി ഭാഗത്ത് പഠിച്ചതല്ലേ? അതിൽ ചിലത് മാത്രമല്ലേ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ 1951 പറഞ്ഞു. അതിനുശേഷം ഒരു 30 വർഷങ്ങൾക്ക് ശേഷം അല്ലെ അതിലുമായി ബന്ധപ്പെട്ട ആ ഒരു അക്രഡിറ്റേഷൻ സൈക്കിളിലായിക്കോട്ടെ അതുപോലെ തന്നെ പുതിയ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കുറെ അധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ക്വാളിറ്റി ഹെൽത്ത് കെയർ റിസോഴ്സുകൾ കൊണ്ടുവന്നു. അത് ഓരോന്നിനും അതിൻ്റെതായ വർഷങ്ങളിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ട് മിസ് പറഞ്ഞു തരാതെ. അതുപോലെ തന്നെ പുതിയ നെയിം ചേഞ്ച് ചെയ്തു. അതായത് ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഷോർട്ട് ഫോം ആവുമ്പോൾ എന്താവും? JCAHO അല്ലെ? അങ്ങനെയല്ലേ ഷോർട്ട് ഫോം എഴുതാൻ ഇവിടെ? ആണോ അല്ലെ? ഇപ്പൊ ആ പേരിലാണ് അത് അറിയപ്പെടുന്നുകൊണ്ടിരുന്നത്. ആ ഒരു പേര് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ജോയിന്റ് കമ്മീഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന പേരിലാണ്. അത് 1987 ആ ഒരു 89 കാലഘട്ടമായപ്പോ ആ ഒരു നെയിമില് ചേഞ്ച് വരുത്തി. മനസ്സിലായോ? ആ ഒരു നെയിമിൽ ചേഞ്ച് വരുത്തിയിട്ട് എന്തെന്നാക്കി? JCA എന്നാക്കി, ജോയിന്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ എന്നാക്കി. അതിന് വേണ്ടി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറി. അതുപോലെ തന്നെ അത് ലാസ്റ്റ് ഇത് JCA എന്ന രീതിയിൽ ഇത് പബ്ലിക് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതും ഏത് വർഷമാണ്? JCA ഫൗണ്ട് ചെയ്യുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് വർഷമാണ്? 1994 കേട്ടോ. 1994 ആയപ്പോഴാണ് അത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന നിലയിലേക്ക് എത്തിയത്. മനസ്സിലാവുന്നോ? അവിടെ വരെ വരാനായിട്ടുള്ള ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്തതും അതുപോലെ തന്നെ പുതിയ സർവേ പ്രോസസ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു അക്രഡിറ്റേഷൻ ബോഡി ആയിട്ട് ആ പേര് ചേഞ്ച് ചെയ്ത് ഫോർമേഷൻ നടത്തിയതൊക്കെ 1994 മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഫൗണ്ടഡ് ഇൻ 1994 നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്.
മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, മിസ്സി നമ്മൾ അതിന് മുൻപ് മറ്റേതല്ലേ പഠിച്ചില്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് അത് വർഷം പറയാതെ അല്ലേ? അപ്പൊ അവിടെ 1994 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് JC എന്ന പേരിലേക്ക് മാറ്റിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തതൊക്കെ ഏത് വർഷമാണ്? 1994 കേട്ടോ. അതിന് മുൻപ് അതിന്റെ പേരുകളിൽ പല പല പേരുകളിൽ നിന്നും മാറി മാറിയാണ് അവസാനം ഈ ഒരു പേരിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ? അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. അത് എന്താണെന്നൊരു ബേസ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മള് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് ഭാഗം ഏത് വർഷമാണ്, JCAയുടെ ഫൗണ്ടേഷൻ ഏത് വർഷമാണെന്നുള്ളതാണ് സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത്. 1994 അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. അടുത്ത സെന്റൻസ് ഇനി പറയാൻ പോകുന്ന സെന്റൻസ് ഫൗണ്ടഡ് ഇൻ 1994. ഓക്കെ. The Joint Commission International or JCA work with healthcare organization from more than 100 countries. അപ്പൊ ആ JCAയുടെ അത് സ്ഥാപിതമായിട്ടുള്ള വർഷം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് മക്കളെ. അതുപോലെ തന്നെ JCAയുടെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്. Work with healthcare organization more than 100 countries. 100 കൺട്രിയിൽ അല്ലെങ്കിൽ 100 രാജ്യങ്ങളിലധികം എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട ആര് വർക്ക് ചെയ്യുന്നുണ്ട്? JCA വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്ഥാപിതമായിട്ട് 1994. Then it is one of the world leading non-profit patient safety organization based in USA. USA അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ സേഫ്റ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേൾഡ് സ്റ്റഡി ലീഡിംഗ് ആണ്, വേൾഡിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് JCA എന്ന് പറയുന്നത്. And JCA accreditation is recognized as a symbol of quality that reflects an organization commitment to meeting certain performance standard. എന്താണ് JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്? ഇതൊരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരത്തിന്റെ പ്രതീകമാണ്. ശരിയല്ലേ? JCAയുടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ആ സ്ഥാപനത്തിൽ കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമല്ലേ? അല്ലേ? ഒരു റെക്കഗ്നൈസേഷൻ സിമ്പിൾ അല്ലെങ്കിൽ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയ ഒരു പ്രതീകമല്ലേ ആണ് അല്ലെ? അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന? That reflect an organization commitment to meet certain performance standard. അല്ലെ? അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവർ നിറവേറ്റുന്നുണ്ട് അല്ലെ? അതിനോട് അവർ വളരെ പ്രതിബദ്ധതയുള്ളവരാണ്, വളരെ കമ്മിറ്റ്മെന്റോട് കൂടി അവർ ആ ഒരു സ്റ്റാൻഡേർഡ്സ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെ? ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? ആണല്ലോ. To aid and maintain the JCA accreditation, an organization must undergo a rigorous on-site survey by a joint commission survey team at least every 3 years. ഓരോ 3 വർഷം JCAയുടെ ഓൺസൈറ്റ് സർവേകൾ നടത്തിയിട്ടാണ് അവർ വളരെ എന്താണ് ഓൺസൈറ്റ് ആയിട്ടുള്ള സർവേകൾ നടത്തി അവരുടെ പെർഫോമൻസും കാര്യങ്ങളും സ്റ്റാൻഡേർഡ്സും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അക്രഡിറ്റേഷൻ അവർ നൽകുന്നത്. Then നോക്കിയേ അടുത്തതായിട്ട് achieving JCA accreditation can have a profound impact on an organization, medical practices, patient safety practices, structural safety, leadership involvement and business operation. അപ്പൊ ഈ ഒരു JCA അക്രഡിറ്റേഷൻ കിട്ടുന്നതിലൂടെ കുറെ അധികം വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള ഒരു സ്വാധീനം പല കാര്യങ്ങളിലും ആ ഹോസ്പിറ്റലിനെ ചെലുത്തുന്നുണ്ട്. അതായത് ഇപ്പൊ ആ ഹോസ്പിറ്റലിനെ മെഡിക്കൽ പ്രാക്ടീസ് അവർ ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ രീതികളുമായി ബന്ധപ്പെട്ട്, പേഷ്യൻസിന്റെ സുരക്ഷാ രീതികളുമായി ബന്ധപ്പെട്ട്, സ്ട്രക്ചറൽ സേഫ്റ്റി ആ ഒരു ഓർഗനൈസേഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട സുരക്ഷ, ലീഡർഷിപ്പ് മൂവ്മെന്റ് ഇൻവോൾവ്മെന്റ്, ലീഡർഷിപ്പുമായി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആ ഉൾപ്പെടല്, ബിസിനസ് പ്രവർത്തനങ്ങള് മുതലായവയിലൊക്കെ ഈ JCAയുടെ അക്രഡിറ്റേഷൻ അച്ചീവ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. And next, organization don't know always how to start and where to begin the JCA accreditation process. So എപ്പോഴും ഒരു ഓർഗനൈസേഷന് വലിയ രീതിയിലുള്ള ഒരു ധാരണയില്ല എപ്പോഴാണ് JCAയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മിക്ക ഓർഗനൈസേഷൻസിനും വലിയ രീതിയിലുള്ള ധാരണകളില്ല. സോ ഹോസ്പിറ്റൽ, പ്രൈമറി കെയർ സെന്റർ, ആംബുലറ്ററി കെയർ സെന്റർ, that is day care, can go for JCA accreditation. അപ്പൊ ഒരു ഹോസ്പിറ്റലിനോ പ്രൈമറി കെയർ സെന്ററുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കോ ആംബുലറ്ററി കെയർ സെന്റർ അതായത് ഡേ കെയർ പോലെ ദിവസത്തിലോ എന്താണ് ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള കെയറുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കോ JCA അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പോകാവുന്നതാണ്. And the initial step of JCA accreditation
should be the serious commitment of the leadership towards the adoption of a patient safety and quality care delivery. അപ്പൊ ഏതൊരു JCA അക്രഡിറ്റേഷൻ എടുക്കേണ്ട സ്ഥാപനമാണെങ്കിലും അവരുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആരംഭിക്കുന്ന ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു JCA നൽകുന്ന പേഷ്യൻസിന്റെ സുരക്ഷ, അതുപോലെ തന്നെ കെയറുമായി ബന്ധപ്പെട്ട ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി മുതലായവ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും ഒരു കമ്മിറ്റ്മെന്റും അവർക്കുണ്ടായിരിക്കണം. ശരിയല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെ, പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ടും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടും കൃത്യമായ മാനദണ്ഡങ്ങൾ നിറവേറ്റുക, വളരെ സീരിയസ് ആയിട്ട് നിറവേറ്റാനുള്ള ഒരു പ്രതിബദ്ധതയാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടത്. ശരിയല്ലേ? ആദ്യമായിട്ട് ആ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോട് കൂടി അത് നടപ്പിലാക്കുമ്പോഴല്ലേ നമുക്ക് JCAയിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ അത് നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ അത് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പറയാം. ആദ്യത്തെ ഭാഗം ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാം. ഓക്കെ, ഇത് വലിയൊരു പാരഗ്രാഫായിട്ട് കിടക്കുന്നത്. നോക്കി, ഇപ്പൊ JCAയുടെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞിരുന്നു, അത് ക്ലിയർ ആണല്ലോ. അടുത്തത് നമ്മൾ പറഞ്ഞത് 1994 ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിതമായത്. അത് എന്തിന്? വർക്ക് വിത്ത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫ്രം മോർ ദാൻ 100 കൺട്രീസ്, നൂറിലധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? JCA പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ USA അടിസ്ഥാനമാക്കിയിട്ടുള്ള വേൾഡിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള അപേക്ഷയില്ലാത്ത പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ് JCA എന്ന് പറയുന്നത്. JCAയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു അംഗീകാരത്തിന്റെ സൂചകമാണ്. അതിലൂടെ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷൻ JCA പറയുന്ന പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ആ ഒരു പ്രകടന നിലവാരവുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും നിറവേറ്റുന്നുണ്ട്, അതിനവർ വളരെ പ്രതിബദ്ധതയുള്ളവരാണ് എന്നാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. Then to earn and maintain the JCA accreditation വേണം, അല്ലെങ്കിൽ അത് നിലനിർത്തണമെങ്കിൽ JCA ഓൺസൈറ്റ് ആയിട്ടുള്ള സർവേകൾ ആ JCA ടീമിന് വെച്ച് ചെയ്യും. അങ്ങനെ JCA ഓരോ 3 വർഷം കൂടുമ്പോഴും ഓൺസൈറ്റ് ആയിട്ടുള്ള സർവേകൾ നടത്തുന്നുണ്ട്. അതിനനുസരിച്ച് JCAയുടെ അക്രഡിറ്റേഷൻ ആവശ്യമായുള്ള ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാം? അവർക്ക് സബ്മിറ്റ് ചെയ്യാം, അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. അതിലൂടെ അവർ JCA ടീം, ആ ഒരു അക്രഡിറ്റേഷൻ ടീം വന്ന് ഓൺസൈറ്റ് ആയിട്ടുള്ള സർവേകളൊക്കെ നടത്തി, വളരെ സീരിയസ് ആയിട്ടുള്ള സർവേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നത്. അത് നിലനിർത്തണമെങ്കിലും ഇതേ രീതിയിലുള്ള സർവേ ടീം വന്ന് സർവേകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അടുത്തത് JCAയുടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെങ്കിൽ ലഭ്യമാകുക എന്ന് പറയുന്നത് അത് ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിപ്പോ ഹോസ്പിറ്റലിൽ നല്ലൊരു അക്രഡിറ്റേഷൻ JCAയിൽ നിന്ന് കിട്ടാൻ അത് അവിടുത്തെ മെഡിക്കൽ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, പേഷ്യൻസിന്റെ സുരക്ഷാ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അവിടുത്തെ ആ ഒരു ഘടനയുടെ സേഫ്റ്റി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നല്ലൊരു ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് പ്രവർത്തനങ്ങളിലും വലിയ രീതിയിലുള്ള സ്വാധീനം JCAയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് വഴി നൽകുന്നുണ്ട്. അതുപോലെ മിക്ക ഓർഗനൈസേഷൻസിനും എങ്ങനെ JCAയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടില്ല. അത് ഹോസ്പിറ്റൽസിനോ പ്രൈമറി കെയർ സെന്ററുകൾക്കോ ആംബുലേറ്ററി കെയർ സെന്ററുകൾക്കോ മുതലായവർക്കൊക്കെ JCAയുടെ അക്രഡിറ്റേഷന് വേണ്ടി പോകാവുന്നതാണ്. അതിൽ JCAയുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് JCA പറയുന്ന ആ ഒരു കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയും പേഷ്യൻസിന് സുരക്ഷ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനായിട്ട് വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവകരമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കുക എന്നതാണ് ആ ഓർഗനൈസേഷന് വേണ്ട ഇനിഷ്യൽ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ ഇവിടെ വരെ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ശരി. നെക്സ്റ്റ്, selection of the expert or advisors play an important role for the hospital in their journey of JCA accreditation. With a successful JCA accreditation survey result, culture change within a speculated time period. ഇവിടെ നമ്മുടെ JCA ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നാബിന്റെ പറഞ്ഞിരുന്നില്ലേ, നാബിലേക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസറെ നമ്മൾ നിയമിക്കുന്നത് പറഞ്ഞിരുന്നില്ലേ? ഒരു വ്യക്തിയെ അതിന് വേണ്ടിയിട്ട് ഒരു ടീം ലീഡർ ആയിട്ട് നിയമിക്കുന്നത് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു.
ഓർക്കുന്നുണ്ടോ? ആ ഹോസ്പിറ്റലിലുള്ള ഒരു വ്യക്തിയെ അതിനെ കുറിച്ച് അതായത് ഈ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു അറിവുള്ള ഒരു വ്യക്തിയെ നമ്മൾ നിയമിക്കുന്നു പറഞ്ഞില്ലേ? ഇതിന്റെ മറ്റു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ JCAയിലും എക്സ്പേർട്ട് അല്ലെങ്കിൽ അഡ്വൈസേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്, അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി. ഒരു ലീഡർ പോലെ അഡ്വൈസർ അല്ലെങ്കിൽ എക്സ്പേർട്ടിനെ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഈ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ അഡ്വൈസർ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് journey of JC accreditation with a successful ആയിട്ടുള്ള ഒരു JC accreditation സർവേ റിസൾട്ട് കിട്ടണമെങ്കിലോ അവിടെ ആ ഒരു JCA പറയുന്ന രീതിയിലുള്ള കൾച്ചറൽ ചേഞ്ച് ആ ഹോസ്പിറ്റലിൽ വരുത്തണമെങ്കിലോ അത് ആ ഒരു നിശ്ചിതമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു JCAയുടെ വിജയകരമായിട്ടുള്ള ഒരു JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിലൊക്കെ ആ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ എക്സ്പേർട്ട് അല്ലെങ്കിൽ അഡ്വൈസർക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് എന്നാണ് പറയുന്നത്. മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ന്യൂ ഡൽഹി. അപ്പൊ ഇവിടെ ഈ ഒരു ന്യൂഡൽഹിയിലുള്ള ഒരു ഇന്ത്യസ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു JCA അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി ആണ് കേട്ടത്. അപ്പൊ ആ ഒരു കൺസൾട്ടൻസി മെഡിസിൻസ് അല്ലെങ്കിൽ മീഡിയൻസ് എന്നാണ് സാധാരണ ആ ഒരു കൺസൾട്ടൻസിന് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസൾട്ടൻസി ആണ് മീഡിയൻസ് കൺസൾട്ടൻസി. നമ്മുടെ ബേസ്ഡ് ന്യൂഡൽഹിയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ആണ് കേട്ടോ. അത് JCAയുടെ ഇന്ത്യയിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള JCA അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി ആണ്. അപ്പൊ ഈ ഒരു കൺസൾട്ടൻസി വഴിയാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും അക്രഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ് നോക്കിയേ ആ ബെസ്റ്റ് ടീം. നമുക്ക് ഈ ഒരു കൺസൾട്ടൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് കൺസൾട്ടൻസി ആണ്. ആസ് ദ ബെസ്റ്റ് ടീം ഓഫ് JCA accreditation expert of India, we have completed 19 JCA accreditation in India, Gulf region and some countries region. അപ്പൊ ഇവിടെ JCA accreditationന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ആയതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഈ ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് തന്നെ ഇന്ത്യയിലും ഗൾഫ് റീജിയൻസിലും സൗത്ത് കൺട്രീസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 19ഓളം JCA accreditation കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. And no other consultancy in India has such a successful and huge track record in the field of JCA accreditation. മറ്റൊരു ഇന്ത്യയിലെ മറ്റൊരു കൺസൾട്ടൻസിക്കും ഇത്രയും അധികം ഒരു വിജയകരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് JCA accreditationമായി ബന്ധപ്പെട്ടില്ല. Then we just don't answer the queries of questions related to JCA accreditation standard for our client hospital, but implement the JCA standards in the hospital as one day. ഇവിടെ ഒരിക്കലും അവര് ഈ ഒരു കൺസൾട്ടൻസി JCA അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വറീസ് അവരുടെ അന്വേഷണങ്ങൾക്കുള്ള ആൻസറുകൾ മാത്രമല്ല നൽകുന്നത്, മറിച്ച് ഒരു ഒറ്റ ടീമായി നിന്നുകൊണ്ട് ആ JCA സ്റ്റാൻഡേർഡ് ആ ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കാനും ആ അക്രഡിറ്റേഷൻ നേടിയെടുക്കാനും വേണ്ടിയുള്ളൊരു സഹായമാണ് ക്ലയന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഈ ഒരു കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നത്. Then we always start our journey with our clients to bring the overall cultural changes to achieve JCA accreditation with a paradigm shift in the thought process of staff to adopt and continue the practices of best patient safety standard. അപ്പോ ഇത്തരത്തില് ഇവിടെ നമുക്ക് ഈ ഒരു കൺസൾട്ടൻസിയിൽ കൊടുക്കുന്ന ആ ഒരു JCA accreditation ജേർണി എന്ന് പറയുന്നത് അവര് അവരുടെ ക്ലയൻസിനോടൊപ്പം അവരും യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജേർണിയിൽ ഉൾപ്പെടുകയാണ്. അതിലൂടെ ആ ഒരു JCA accreditation ആവശ്യമായിട്ടുള്ള ഒരു കൾച്ചറൽ ചേഞ്ച് ആ ഒരു സ്ഥാപനത്തിൽ വരുത്താനും അതിനനുസരിച്ച് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു മാറ്റം എന്തിനൊക്കെയാണ് സ്റ്റാഫുകളുടെയും ഭാഗത്തു നിന്നും ഒക്കെ അവരുടെ ചിന്താ പ്രവർത്തനത്തിലൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്ന് അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട JCA പറയുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ്സ് പ്രാക്ടീസ് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും അവിടെ അത് സ്വീകരിക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ഈ ഒരു കൺസൾട്ടൻസി അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കൺസൾട്ടൻസി ഏതാണ്? മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ന്യൂഡൽഹി, മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ന്യൂഡൽഹി എന്ന് പറയുന്ന ആ ഒരു കൺസൾട്ടൻസി ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു JCA അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ഇവര് JCAയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട 19ഓളം JCA അക്രഡിറ്റേഷൻ ഇന്ത്യയിലും ഗൾഫ് റീജിയൻസിലും സബ് കൺട്രീസിലും ഒക്കെ ആയിട്ട് 19ഓളം എന്താണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 19ഓളം അക്രഡിറ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇവര് എപ്പോഴും അവിടുത്തെ ഇവരുടെ ക്ലയന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്
അവർ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ മാത്രമല്ല കൊടുക്കുന്നത്. ഇവരൊരു ടീമായി നിന്നുകൊണ്ട് അവരുടെ കൂടെ ഒരു ടീമായി നിന്നുകൊണ്ട് JCEയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കൾച്ചറൽ ചേഞ്ച്, JCEയുടെ അക്രഡിറ്റേഷൻ ആവശ്യമായ ഒരു ഓവറോൾ കൾച്ചറൽ ചേഞ്ച് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ആ പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അവിടെ അഡോപ്റ്റ് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്തു പോകാനും ആ പ്രാക്ടീസസ് തുടരാനും ഒക്കെ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ ചിന്താഗതിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരു മാതൃകാപരമായ മാറ്റവും ഈ ഒരു കൺസൾട്ടൻസി വഴി നൽകുന്നുണ്ട്. വേഗം ഒന്ന് ആ ഒരു വലിയ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം ട്ടോ. ആ ഒരു കൺസൾട്ടൻസിയുടെ പേര് മെഡിസിൻ എന്നല്ല, മീഡിയൻസ് എന്നാണ് കേട്ടോ. മീഡിയൻസ്, MEDIANC കേട്ടോ. മീഡിയൻസ് കൺസൾട്ടൻസി എന്നാണ്. അത് നമുക്ക് തിരുത്തിയേക്കണോട്ടോ നിങ്ങള്. ടെക്സ്റ്റിൽ കറക്റ്റ് ആണെങ്കിൽ, നിങ്ങളിൽ കറക്റ്റ് ആണെങ്കിൽ തിരുത്തണ്ട കേട്ടോ. മിസ്സിന് ഇവിടെ കിടക്കുന്നതില് മിസ്സിനല്ല, അതാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നത്. ഇവിടെ കിടക്കുന്നതില് മെഡിസിൻസ് ആണ് കിടക്കുന്നത്, മീഡിയൻസ് എന്നാണ് കേട്ടോ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കറക്റ്റ് ആണോ നിങ്ങളുടെ കിടക്കുന്നത്? മീഡിയൻസ് കൺസൾട്ടൻസി ട്ടോ. ബേസ്ഡ് അല്ല, മീഡിയൻസ് എന്നുള്ളത്. മെഡിസിൻ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. മീഡിയൻസ് കൺസൾട്ടൻസി ന്യൂഡൽഹി കേട്ടോ. മെഡിസിൻ എന്നാണോ കിടക്കുന്നത്? അങ്ങനെയല്ലേ റാഷിദ പറഞ്ഞത്? മെഡിസിൻ എന്നാണ് കിടക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണേ. മിസ്സിന് ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോ കറക്റ്റ് ആയിട്ട് വരാറുണ്ടേ, കറക്ഷൻസ് നടത്തിയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റിൽ കറക്ഷൻസ് ഉള്ളത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചാണ് മിസ് ആദ്യമേ പറയാതിരുന്നത്. അപ്പൊ അതൊരു ഡൗട്ട് തോന്നിയിട്ട് ചോദിച്ചതാണ്. ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട് കേട്ടോ. ന്യൂഡൽഹിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ലീഡിംഗ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ് ഈ മീഡിയൻസ് കൺസൾട്ടൻസി ന്യൂഡൽഹി എന്ന് പറയുന്നത് കേട്ടോ. അവരാണ് കൂടുതലും രാജ്യങ്ങളിലെ, എന്താണ് ഇപ്പൊ ഇന്ത്യയിലായിക്കോട്ടെ, നമ്മുടെ എന്താണ് ഇന്ത്യയിൽ മാത്രമല്ല ഗൾഫ് റീജിയൻസിലും അതുപോലെ തന്നെ സാർക്ക് കൺട്രീസ് അല്ലെ, നമ്മുടെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, ഇതാണ് സാർക്കിന്റെ എക്സ്പാൻഡ് ഫോം. അതിൽ വരുന്ന കുറെ അധികം രാജ്യങ്ങളുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ഭൂട്ടാൻ, അങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ. അപ്പൊ അവരെയൊക്കെ റീജിയനിലൊക്കെ കൂടി കൂട്ടിയിട്ട് ടോട്ടലി 19 JCE അക്രഡിറ്റേഷൻ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരും കൂടി, അതായത് ആ ഒരു ക്ലയന്റ് ഹോസ്പിറ്റൽ, അവരുടെ ഏത് ക്ലയന്റ് ഹോസ്പിറ്റലാണ് JCE അക്രഡിറ്റേഷൻ വന്നിരിക്കുന്നത്, അവർ ജസ്റ്റ് അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ സ്റ്റാൻഡേർഡ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തു പോകാനും അവർക്ക് ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കും. മനസ്സിലായോ? നാബിനേലും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കേട്ടോ JCEയുടെ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട്. ഒരുപാട് സ്ഥാപനങ്ങളൊന്നും അതിന് കിട്ടിയിട്ടില്ല. ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ.
കഴിഞ്ഞു. കഴിഞ്ഞോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, the mission of JCA is to constantly improve the safety and quality of care in the international community through education, advisory services, and international accreditation and certification. അപ്പോൾ ഒരു JCA പ്രധാനപ്പെട്ട മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയില് നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അത് കണ്ടിന്യൂസ് ആണ്, സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്തിലൂടെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും? കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് നൽകിക്കൊണ്ട്, അഡ്വൈസറി സർവീസുകൾ, ഉപദേശക സേവനങ്ങൾ നൽകിക്കൊണ്ട്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷനും നൽകിക്കൊണ്ടൊക്കെ നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അവരുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും അതുപോലെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വാളിറ്റി കെയർ, എന്താ ഗുണനിലവാരം, ഒരു പരിചരണവും ഇംപ്രൂവ് ചെയ്യാൻ, സ്ഥിരമായി തന്നെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മെച്ചപ്പെടുത്തുക എന്നതാണ് JCAയുടെ പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത്. The types of healthcare programs accredited by the Joint Commission internationally include JCA accreditation നൽകുന്ന പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകളാണ് താഴെ പറയുന്നത്. ഒന്നാമതാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ, അല്ലെ? ഹോസ്പിറ്റൽസിന് JCA അക്രഡിറ്റേഷൻ നൽകുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ. രണ്ടാമത്, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിപ്ലോമയില്. 8 ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, 8 ടൈപ്പ് ഓഫ് എന്താണ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് JCA അക്രഡിറ്റേഷൻ നൽകുന്നുണ്ടെന്നൊക്കെ പഠിച്ചില്ലേ? ഡിപ്ലോമയിൽ പഠിച്ചു നോക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ട് അല്ലെ? ജസ്റ്റ് ഒരു പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ? അത് തന്നെ ഇവിടെയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല കേട്ടോ. അടുത്തത് ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻ. ക്ലിനിക്കൽ ലാബുകൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്താ നോക്കിയേ, സച്ച് അത് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സച്ച് ആസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്റഗ്രേറ്റഡ് വിത്ത് മെഡിക്കൽ സ്കൂൾ ആൻഡ് അക്കാഡമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ് ഇല്ലേ? മെഡിക്കൽ ഫെസിലിറ്റി നൽകുന്ന സ്ഥാപനങ്ങളാണ്. അതിന്റെ കൂടെ എന്തുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും? മെഡിക്കൽ സ്കൂൾ ആൻഡ് അക്കാഡമിക് പോലെയുള്ള സൈറ്റുകളിലേക്ക്, അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളിലേക്ക്, അക്കാഡമിക്കിലുള്ള കാര്യങ്ങൾ കൂടി അതുപോലെയുള്ള മെഡിക്കൽ സ്കൂള് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. സാധാ ഹോസ്പിറ്റലേ അല്ല, അതിന്റെ കൂടെ മെഡിക്കൽ പരമായിട്ടുള്ള സ്കൂളും അക്കാഡമിക് സെക്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളില്ലേ? ഉണ്ടോ? ഇല്ലേ മക്കളെ? ഇല്ലേ? നമ്മുടെ നാട്ടിലില്ലേ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ളവ? അത്തരം സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. എന്താ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി? ഇപ്പൊ ഇൻക്ലൂഡ് ഡയാലിസിസ് ഫെസിലിറ്റി, അക്യൂട്ട് കെയർ സെന്റർ. ഇപ്പൊ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ, അതായത് ഡേ കെയറുകൾ മാത്രം, സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളല്ല, ഡയാലിസിസ് ഫെസിലിറ്റി പോലെയുള്ള സെന്ററുകള്, അതുപോലെ തന്നെ അക്യൂട്ട് കെയർ സെന്റർ, പെട്ടെന്നുള്ള പരിചരണ കാര്യങ്ങൾ കൊടുക്കുന്ന, പെട്ടെന്നുള്ള രോഗങ്ങൾക്കോ കാര്യങ്ങൾക്കോ പരിചരണം. അപ്പൊ ഇവിടെ ഒരു എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1 or 2 days അങ്ങനെയൊന്നും സ്റ്റേ ചെയ്തില്ല. ജസ്റ്റ് ആ ഒരു ഡേ കെയർ, 1 day കെയർ കൊടുത്തുകൊണ്ട് വിടുന്ന രീതിയിലുള്ള ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള കെയർ കൊടുക്കുന്ന ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ ഫെസിലിറ്റി വിച്ച് ഇൻക്ലൂഡ് സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെന്റ് സേഫ്റ്റി. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ട് ഇപ്പോ എഡ്യൂക്കേഷൻസ്, എൻവയോൺമെന്റ് സേഫ്റ്റി ആക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്ന, എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന അത്തരം ഹോം കെയർ ഫെസിലിറ്റികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഹോം കെയർ ഫെസിലിറ്റിയിൽ മറ്റേ നമ്മുടെ വീടുകളിലോട്ടുള്ള ആ ഒരു കെയർ കൊടുക്കുന്ന രീതിയിലുള്ളത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ലോങ് ടേം കെയർ ഫെസിലിറ്റി സച്ച് ആസ് അസൈറ്റ്സ് ലിവർ ആൻഡ് ക്രോണിക് കെയർ ഫെസിലിറ്റി, അതായത് വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾക്കുള്ള പരിചരണങ്ങൾ കൊടുക്കുക. അസൈറ്റ്സ് ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറുമായി ബന്ധപ്പെട്ട, ഇപ്പോ എന്താണ് ഫ്ലൂയിഡ്സ് ഇൻ ലിവർ നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്തൊക്കെ, അതെ, ലിവറുമായി ബന്ധപ്പെട്ട
ഒരു അസുഖമാണ് സാധാരണ. ഇപ്പൊ ലിവർ സിറോസിസ്, ലിവർ ഡിസീസുകളുടെ ഭാഗമായിട്ട് നമ്മുടെ അബ്ഡോമനിലെ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നു, ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അബ്ഡോമന ഭാഗം അത് സ്വലൻ ബെല്ലി ആവും, അതായത് വയറിന്ത് ചെയ്യും, വീർത്ത് വരും. ആ ഒരു കണ്ടീഷനാണ് അസൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ട ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾ കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞ കണ്ടീഷൻ അല്ലെ. അതുപോലെ തന്നെ ക്രോണിക് കെയർ എന്ന് പറയുമ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് രോഗങ്ങളായിട്ട് കുറച്ച് ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ലോങ് ടേം ആയിട്ടുള്ള കെയർ ഫെസിലിറ്റീസ്, അപ്പൊ അതിപ്പോ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളവർക്ക് ഇതിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ലോ സോഡിയം ഡയറ്റ് പോലെയുള്ള ഫോളോ ചെയ്യേണ്ടി വരും, കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഫോളോ ചെയ്യേണ്ടി വരും, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലേക്ക് എത്തുന്ന അത്തരം ക്രോണിക് ആയിട്ടുള്ള കെയർ കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ട്രീറ്റ്മെന്റും ഫെസിലിറ്റിയും കൊടുക്കുന്ന സെന്ററുകൾ ഉണ്ടെങ്കിൽ അത്തരം സെന്ററുകൾക്ക്, അത്തരം ലോങ് ടേം കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന സെന്റേഴ്സിന് നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ എന്തായിരിക്കും ഇതിൽ വരിക? ഇൻക്ലൂഡ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസസ് അല്ലെ. എന്തായിരിക്കും എമർജൻസി ആൻഡ് നോൺ അതെ ആംബുലൻസ് സർവീസുകൾ പോലുള്ള എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാവാം, നോൺ എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടും നമ്മള് ആംബുലൻസ് പോലുള്ള ട്രാൻസ്പോർട്ട് സർവീസുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് സർവീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ സെന്ററുകൾ. എന്തൊക്കെ കൊടുക്കുന്നതാ പ്രൈമറി കെയർ സെന്ററുകൾ? കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ അല്ലെ. കമ്മ്യൂണിറ്റിയുമായും കൂടി ചേർന്ന് പ്രൈമറി കെയറുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഡിസീസ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന, ഹെൽത്ത് പ്രൊമോഷൻസ് കൊടുക്കുന്ന സെന്ററുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രൈമറി കെയർ സെന്ററുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് വേഗം വായിച്ചു പോവാട്ടോ. അതിനുശേഷം ബാക്കിയുള്ളത് പറഞ്ഞുതരാം. അത് ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. ശരി ശരി. നെക്സ്റ്റിലേക്ക് പോവാണ്. JCI itself is accredited by the International Society for Quality in Healthcare External Evaluation Association. അപ്പൊ IEEA അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ കേട്ടോ. ഇത് ആര് അക്രഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്? ആർക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്? ഈ IEEA ആർക്കാ അംഗീകാരം നൽകിയിരിക്കുന്നത്? JCIക്ക് കേട്ടോ. JCIക്ക് അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനമാണ്, അല്ലെങ്കിൽ അക്രഡിറ്റിംഗ് ബോഡിയാണ് IEEA. എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. Then this accreditation provide assurance that the standards, processes and training used by JCI are in line with the highest international standard for accreditation body. എന്തായിരിക്കും അപ്പൊ ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നതിലൂടെ JCI എന്തിനാ ഈ ഒരു അക്രഡിറ്റേഷൻ JCIക്ക് ഈ ഒരു അംഗീകാരം കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അക്രഡിറ്റേഷൻ ബോഡികൾക്ക് വേണ്ട അല്ലെ, അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ. അത് കൃത്യമായിട്ട് ആ ഉയർന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ഇവിടുത്തെ അവർ ഉപയോഗിക്കുന്നത്? അതിന് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, പ്രോസസ്സുകൾ ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതെല്ലാം അക്രഡിറ്റേഷൻ ബോഡികൾക്ക്
വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഉയർന്ന തരത്തിലുള്ള ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇവര് JC അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ? JC നമ്മൾ മറ്റു സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ഇവര് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സും ഇവര് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സും പ്രോസസ്സുകളും ട്രെയിനിങ്ങും കൃത്യമാണോ എന്ന് ഇവരെ എന്ത് ചെയ്യണം? വിലയിരുത്തണ്ടേ? വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് IEEA ഉള്ളത്. മനസ്സിലായോ? JCA ആ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ നിലവാരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ അക്രഡിറ്റേഷൻ ഉറപ്പ് നൽകുന്നത് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് IEEA ചെയ്യുന്നത്. മനസ്സിലായോ? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് അഷുറൻസ് ആയിട്ട് ഇവിടെ ഉറപ്പുവരുത്താണ് എന്ത്? അവർ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ്, അവർ ചെയ്യുന്ന പ്രോസസ്സുകൾ, ഇവർ JCA ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്, പ്രോസസ്സുകൾ, ട്രെയിനിങ് മുതലായവയൊക്കെ ആർ ഇൻ ലൈൻ വിത്ത് ദ ഹയസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം അക്രഡിറ്റേഷൻ ബോഡികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണ്, അതിനനുസൃതമായിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് ആ ഒരു പോയിന്റ് എന്താന്ന് മനസ്സിലായോ? IEEA എക്സ്പാൻഡ് ഫോമോ JCAക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരവും IEEA നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് JCA aim to maintain and improve safety and healthcare quality throughout the world by providing education, international accreditation that including international patient safety goals അല്ലെങ്കിൽ IPSGs, advisory services and certification. ഇനി JCA പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് to maintain and improve safety and healthcare quality അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മിഷൻ പറഞ്ഞിരുന്നു അല്ലെ? അവരുടെ പ്രധാനപ്പെട്ട മിഷൻ അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്ത് തന്നെയാണ്? നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുത്ത് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ എന്താ, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്, അഡ്വൈസറി സർവീസുകൾ. അപ്പൊ അതിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അവിടെ ഒരു എക്സ്പാൻഡ് ഫോം പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് IPSGs എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അത് എന്താണെന്നല്ല അതിന്റെ എക്സ്പാൻഡ് ഫോം സാധാരണ ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് ഫോം ഇടയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ ലോകമെമ്പാടും ആ ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു പേഷ്യൻസിന്റെ സുരക്ഷയും അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യ പരിചരണം നൽകുന്നതിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരവും ഇംപ്രൂവ് ചെയ്യുകയും മെച്ചപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് JCA പ്രധാനമായിട്ടും എയിം ചെയ്യുന്ന കാര്യം. And since its founding by the Joint Commission in 1994, JCA has accredited more than 1,000 health organizations with its gold seal of approval, a globally recognized symbol of quality patient care and safety. ഇവിടെ 1994 JCA സ്ഥാപിതമായത് മുതൽ JCA 1000-ലധികം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് എന്ത് അപ്രൂവൽ കൊടുത്തു? അവരുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ നൽകുകയുണ്ടായി. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സിംബൽ ഓഫ് ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ JCA കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന എന്താണ്? അവരെ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാ അല്ലെ? ഇന്റർനാഷണൽ നിലവാരത്തിൽ ഒരു അംഗീകാരം കിട്ടി എന്നുള്ളതല്ലേ? അന്താരാഷ്ട്ര നിലവാരത്തിൽ അവർക്ക് ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതല്ലേ അർത്ഥം അല്ലെ? അവര് പാലിക്കുന്ന പേഷ്യന്റ് സേഫ്റ്റി ആയിക്കോട്ടെ, കെയർ അവിടെ ആ ഒരു പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അവർക്ക് അതിന് ഒരു സ്വീകാര്യതയും ഒരു അംഗീകാരം കിട്ടിയതിനുള്ള ഒരു സിമ്പിളാണ് ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടുക എന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെ 1994 ഇത് സ്ഥാപിതമായത് മുതൽ JCA 1000-ലധികം ഹെൽത്ത് ഓർഗനൈസേഷൻസിന് നിലവിലെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? So this article presents an overview of the JCA accreditation processes and its benefits to the accreditation organization and patient. ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണ്?
JCA-യുമായി ബന്ധപ്പെട്ട അതിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളും അതുവഴി അതിന്റെ ഒരു അവലോകനം അല്ലെ, മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ്. അതുവഴി അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻസിനും പേഷ്യൻസിനും എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടിയെന്നുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് പോകും. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ശരി, ഇനി നമ്മള് IEEE റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. IEEEയുടെ എക്സ്പാൻഡ് ഫോം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ. അത് ക്ലിയർ ആണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അത് എന്തിനെ അംഗീകാരം നൽകുന്നുണ്ടെന്ന് പഠിച്ചു. JCA is accredited by the International Quality of Health, International Society of Quality in Healthcare, External Evaluation Association, IEEE. അല്ലെ, JCAക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതും നമ്മൾ പഠിച്ച കാര്യം അല്ലെ, അവിടെ വരെ നമ്മൾ പഠിച്ച കാര്യമല്ലേ. അപ്പൊ ഇവിടെ ഈ IEEE എന്ന് പറഞ്ഞാല് ഇതൊരു മൂന്നാം കക്ഷി, ഒരു തേർഡ് പാർട്ടി ആയി നിന്നുകൊണ്ടുള്ള ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ സർവീസ് ആണ് ഇവർ നൽകുന്നത്. മനസ്സിലായോ? ഒരു തേർഡ് പാർട്ടി ആയിരുന്നുകൊണ്ട്, ഒരു മൂന്നാം കക്ഷി ആയിരുന്നുള്ള ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ, ഒരു ബാഹ്യമായ ഒരു മൂല്യനിർണ്ണയം സേവനമാണ് ഈ IEEE നൽകുന്നത്. ഇത് ആർക്കൊക്കെയാണ് നൽകുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ JCA പോലെയുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻസിന് വേണ്ടി ഹെൽത്തുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ കെയറുമായി ബന്ധപ്പെട്ടോ ഒക്കെ അക്രഡിറ്റേഷൻ നൽകുന്ന, സർട്ടിഫിക്കേഷൻസ് നൽകുന്ന എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻസ് ആണ് JCA, NAV ഒക്കെ അല്ലെ. എക്സ്റ്റേണൽ ഇവാലുവേഷൻ നൽകി അവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് അല്ലേ ഇവയെല്ലാം, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോഡീസ് അല്ലേ. അത്തരം സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡി, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുന്ന ബോഡീസ് ഉണ്ട്, അവയ്ക്കും എന്താണ് അറൗണ്ട് ദ ഗ്ലോബ്, രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഇത്തരം സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡി, സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്ന ബോഡികൾക്കോ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസിനും, ഇന്റർ റിലേറ്റഡ് ഹെൽത്തും സോഷ്യൽ കെയറുമായി ബന്ധപ്പെട്ട എക്സ്റ്റേണൽ ഇവാലുവേഷൻ നൽകുന്ന ഓർഗനൈസേഷൻസിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി, മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയ സേവനം നൽകുകയാണ് IEEE ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് IEEE ഒരു അക്രഡിറ്റേഷൻ JCAക്ക് നൽകി എന്ന് പറഞ്ഞാൽ അതിലൂടെ IEEE എന്താണ് ഉറപ്പുവരുത്തുക? എന്താ ഉറപ്പുവരുത്തുന്നത്? JCA ആ അക്രഡിറ്റേഷൻ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഉയർന്ന നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ബെഞ്ച്മാർക്ക്, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡിലും അവർ ചെയ്യുന്ന പ്രോസസ്സുകളിലും അവർ ചെയ്യുന്ന ട്രെയിനിങ്ങുകളിലും കൊടുക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അല്ലെ. ആണോ? ആ ഒരു JCA കൊടുക്കുന്ന ആ ഒരു അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറയുന്ന ആ ഒരു JCAക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള, ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡിലും പ്രോസസ്സിലും അതുപോലെ ട്രെയിനിങ്ങിലും എല്ലാത്തിലും അവര് പാലിക്കുന്നുണ്ടോ, അവരത് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് IEEE JCAക്കുള്ള അക്രഡിറ്റേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഉറപ്പുവരുത്തുന്നത്. ക്ലിയർ ആണോ?
അപ്പൊ ഈ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം മിസ്. അപ്പൊ അവിടെ വരെയും ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.